الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ അതിൻ്റെ 2 ഭാഗവും നമ്മളിൽ നിന്ന് യാത്ര ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മിൽ എത്ര പേർക്ക് എത്രത്തോളം റമദാനിന്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മപരിശോധന നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. ശേഷിക്കുന്ന സമയങ്ങൾ അത്രയും ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള നിഷ്കർഷയും ഒരു കണിശതയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയായി വരാൻ, പ്രതികൂലമാകാതിരിക്കാൻ അത് അനിവാര്യമാണ്. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിനെ കുറിച്ച് നമ്മൾ കേട്ട നാൾ മുതൽ പറയുന്ന ഒന്നാണ് റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന്. എങ്കിൽ സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനിനോട് നമുക്ക് നീതി പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ?
ആ പരിശുദ്ധ ഖുർആനിനെ വേണ്ട പോലെ പരിഗണിക്കുവാൻ നമുക്ക് ആയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ മാസത്തിൽ റമദാനിൽ എത്ര കണ്ട് നമ്മൾ പാരായണം ചെയ്തു? ആ ഓതിയ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ഒക്കെ എത്ര കണ്ട് അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ, ആശയം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഇത്തരം ചോദ്യങ്ങൾ നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട സംഗതികളാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്, നമ്മളോട് ഓരോരുത്തരോടുമുള്ള പടച്ചറബിന്റെ വാക്കുകളാണത്. ദൈവീകമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ് എന്ന് മാത്രമല്ല, അതിന്റെ ദൈവീകത നിങ്ങൾക്ക് സംശയമുണ്ടോ പരിശോധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പഠനവിധേയമാക്കുവാൻ, ചിന്തിക്കുവാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തന്ന സഹാബത്ത് പഠിച്ച അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന അതേ ഖുർആൻ, അതിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരു സൂറത്തും ഒരായത്ത് പോലും കൈമോശം വന്നു പോകാതെ അതേ രീതിയിൽ അള്ളാഹു സംരക്ഷിച്ച് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഇതിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്ന പടച്ചറബിന്റെ പ്രഖ്യാപനം ഉള്ളതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ സുരക്ഷിതമായി നമ്മുടെ കൈകളിലുണ്ട്. ഏറ്റവും ഉത്തമമായതിലേക്ക് വഴി കാണിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ആ ഖുർആൻ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക് നമുക്ക് നടന്നു പോകുവാൻ സാധിക്കും. അങ്ങനെയുള്ള ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു വെച്ച് വായിക്കുവാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുവാനും അർഹമായ ഗ്രന്ഥമാണത്. കേവലം റമദാൻ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഖത്തം തീർത്തത് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ആ പരിശുദ്ധ ഖുർആനിനെ പഠനവിധേയമാക്കുവാനും ചിന്തിക്കുവാനും ഖുർആൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക് മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. 38-ാം അധ്യായം സൂറത്ത് സ്വാദിലെ 29-ാമത്തെ വചനമാണ്. ഈ വിശുദ്ധ ഖുർആൻ അൻസൽനാഹു ഇലൈക്, പ്രവാചകരെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നു, അഥവാ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണത്. മുബാറക്കുൻ, അത് അനുഗ്രഹപൂർണമാണ്. അതിന്റെ പാരായണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കൽ, അത് ശ്രദ്ധിച്ച് കേൾക്കൽ, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കൽ, എല്ലാ അർത്ഥത്തിലും ബർക്കത്തുള്ള സംഗതിയാണ്. പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന നന്മകളുടെ നിമിത്തമാണ്. ലിയദ്ദബ്ബറു ആയാതി, അതിന്റെ വചനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നു. വലിയതദക്കറ ഉലുൽ അൽബാബ്, ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി കൂടിയാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഖുർആൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല അള്ളാഹ് ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? ഖുർആനിന്റെ ഉത്ബോധനങ്ങൾ അവരുടെ കാതുകളിൽ വന്നലച്ചിട്ടും അവരുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കിയിട്ടും അതിനെ സംബന്ധിച്ച് ആലോചിക്കുവാനും പഠിക്കുവാനും തയ്യാറല്ലാതെ ഞങ്ങളും ഖുർആനിന്റെ വക്താക്കളാണ് എന്ന് പറയുകയാണോ എന്ന ഖുർആനിന്റെ ചോദ്യം വളരെ അർത്ഥ ഗൗരവമുള്ള സംഗതിയാണ്. സഹോദരങ്ങളെ, ആ രീതിയിൽ വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് ഓതുവാനും അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും അതിനെ സംബന്ധിച്ച് ആലോചിക്കുവാനും നമ്മൾ എപ്പോൾ തയ്യാറാകുന്നുവോ അപ്പോഴാണ് ഖുർആൻ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത്, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഏത് ശിലാഹൃദയനെയും പരിവർത്തിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ഹശ്ർ 59-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം അല്ലാഹ് പറയാൻ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ വിശുദ്ധ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിലാണ് ഇറക്കിയതെങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചതെങ്കിൽ, ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ, ആ വലിയ ശക്തമായ പർവ്വതം പടച്ചറബിന് ഭയപ്പെട്ട് കീഴൊതുങ്ങുകയും അത് പൊട്ടിപ്പിളരുകയും ചെയ്യുമായിരുന്നു. മിൻ ഖശിയത്തില്ല, പടച്ചറബിനോടുള്ള ഭക്തിയാൽ, ഭയപ്പാടിനാൽ. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ഇങ്ങനെ നാം ആളുകൾക്ക് ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ആലോചിക്കാൻ, ചിന്തിക്കാൻ വേണ്ടി എന്ന്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ രേഖപ്പെടുത്തിയ കാര്യം,
ഫഇൻ കാനൽ ജബലു ഫീ ഗില്ലതിഹി വഖസാവതിഹി, പർവ്വതത്തിന്റെ ശക്തിയും അതിന്റെ പരുഷതയും നമുക്കെല്ലാവർക്കും അനുഭവമുള്ള പരിചയമുള്ള സംഗതിയാണ്. ശക്തമായ പാറയും കല്ലും കൊണ്ട് ഭദ്രമാണ്, ശക്തമാണ് ആ മലയുടെ ഓരോ ഘട്ടങ്ങളും. ലൗ ഫഹിമ ഹാദൽ ഖുർആന ഫതദബ്ബറ മാ ഫീഹി, ആ മലകൾക്കെങ്ങാനും ആ പർവ്വതങ്ങൾക്കെങ്ങാനും ഈ ഖുർആനിനെ സംബന്ധിച്ച് ആലോചിക്കുവാനും അതിലുള്ള ആശയങ്ങൾ ഗ്രഹിക്കുവാനും സാധിച്ചിരുന്നുവെങ്കിൽ ലഖശഅ വതസദ്ദഅ മിൻ ഖൗഫില്ലാഹി അസ്സ വജൽ, ആ പർവ്വതങ്ങൾ വിനയപ്പെടുകയും ഭയം കൊണ്ട് നടുങ്ങി അത് പൊട്ടിത്തകരുകയും ചെയ്യുമായിരുന്നു. ആ ഖുർആനിനെ സംബന്ധിച്ചുള്ള ആശയം, അർത്ഥം ആ പർവ്വതങ്ങൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. എങ്കിൽ ഫകൈഫ യലീഖു ബികും അയ്യുഹൽ ബശർ, അങ്ങനെയാണെങ്കിൽ മനുഷ്യ നിനക്ക് എങ്ങനെയാണ് പറ്റുക? അലാ തലീനു ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്ന് നൈർമല്യപ്പെടാൻ, ഒന്ന് സോഫ്റ്റ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അതൊന്ന് നടങ്ങണം, ഒന്ന് ഭയപ്പെടണം, ഒന്ന് വിനയപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വഖദ് ഫഹിംതും അനില്ലാഹി അംറഹു വതദബ്ബർതും കിതാബഹു, നിങ്ങൾ ആ പടച്ച റബ്ബ് അവതരിപ്പിച്ച അവന്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആൻ ഗ്രഹിക്കുവാൻ, അവന്റെ കൽപ്പനകളും വിലക്കുകളും നിങ്ങൾ മനസ്സിലാക്കുവാൻ, അതിന്റെ വചനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് അള്ളാഹു അതിലൂടെ ചോദിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആൻ ഈ രീതിയിൽ മനസ്സിലാക്കുവാൻ, വായിക്കുവാൻ, പഠനവിധേയമാക്കുവാൻ ശ്രദ്ധിച്ച ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ അവരെ മാറ്റിയിട്ടുണ്ട്. ഒന്നല്ല, 1000 പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന ചരിത്രം, തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് അവരെ മാറ്റി നടത്തിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിങ്ങളായ ആളുകളെ മാത്രമല്ല, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വരെയും ആളുകളെ അത്ഭുതപ്പെടുത്തിയ, അവരുടെ മനസ്സുകളെ മാറ്റിയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റുകൾ അവരുടെ മനസ്സിൽ സൃഷ്ടിച്ച വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ടും അതിനോട് വേണ്ട പോലെ നീതി പുലർത്തുവാൻ നമുക്കായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. وَإِذَا سَمِعُوا مَا أُنْزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ. സൂറത്തുൽ മാഇദയിലെ 83-ാമത്തെ വചനത്തിലൂടെ അഹ്ലെ കിതാബുകാരെ പറ്റിയാണ് അല്ലാഹ് പറഞ്ഞത്. وَإِذَا سَمِعُوا مَا أُنْزِلَ إِلَى الرَّسُولِ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവരെങ്ങാനും കേൾക്കുകയാണെങ്കിൽ തറാ അഅ്യുനഹും തഫീദു മിനദ്ദം, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. വേദക്കാരായ ആളുകൾക്ക് വരെയും ഈ ആശയം മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായ മാറ്റങ്ങൾ, അവരിൽ പലരും പ്രവാചകനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വക്താക്കളായി മാറിയ ചരിത്രം ഒന്നല്ല, 100 കണക്കിന് ആളുകളുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം ഇന്നതൊക്കെയാണ് എന്നവർ അറിഞ്ഞതിന്റെ ബഹിസ്ഫുരണങ്ങളാണ് ആ കണ്ണുനീരും മാറ്റങ്ങളുമൊക്കെ. അസ്സറ ദാലിക ഫീ ഖുലൂബിഹിം, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ രേഖപ്പെടുത്തി, അസ്സറ ദാലിക ഫീ ഖുലൂബിഹിം, ഖുർആനിന്റെ ആയത്തുകൾ അവരുടെ മനസ്സുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ ശക്തമായി സ്വാധീനിച്ചു. വഖശഉ ലഹു, അവർ ആ വചനങ്ങൾക്ക് കീഴൊതുങ്ങി. വഫാളത് അഅ്യുനുഹും ബിസബബി മാ സമിഉ മിനൽ ഹഖ്, അവർ കേട്ട് മനസ്സിലാക്കിയ, ഉൾക്കൊണ്ട സത്യത്തിനനുസരിച്ച് അവരുടെ ഹൃദയങ്ങൾ നിറഞ്ഞ്, കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു എന്നാണ് ആ ആയത്തുള്ളത്. അല്ലദീ തയഖനൂഹു, അവർക്ക് ദൃഢബോധ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, പ്രവാചകനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാം അവർക്ക് ദൃഢബോധ്യത്താൽ അത് സത്യമാണ് എന്ന് ഉറപ്പിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയും കണ്ണുനീർ കൊണ്ട് ചാലിട്ടൊഴുകുകയും ചെയ്ത ചരിത്രം പലതുണ്ട് എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര ഓതിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ, എത്ര ആയത്തുകൾ നമ്മൾ നല്ല സ്വരമാധുരിയോടുകൂടി പല കാര്യങ്ങളുടെയും ഖിറാഅത്തുകൾ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരായത്ത് എന്നെ സ്വാധീനിച്ചതായി, എന്നെ കരയിപ്പിച്ചതായി പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് സാധിക്കും? നമ്മുടെ മുൻഗാമികളെ അഥവാ സലഫുസ് സാലിഹീങ്ങളെ ആ പരിശുദ്ധ ഖുർആൻ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ അനുഭവം പറയുകയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഅ അലയ്യ.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി പറയാൻ, ഇഖ്റഅ അലയ്യ, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, താങ്കൾ എനിക്ക് ഖുർആൻ ഒന്ന് ഓതിത്തരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, താങ്കൾക്കല്ലേ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു തന്നത്, ആ പ്രവാചകന് ഞാൻ ഓതിത്തരുകയോ? വിനയം കൊണ്ട് ചോദിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്ത വേറൊരാളിൽ നിന്ന് ആ ഖുർആൻ ഒന്ന് ഓതി കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആശയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് ഓതിത്തരണം. ഫഖറഅതു സൂറത്തുൻ നിസാ, അങ്ങനെ ഞാൻ സൂറത്തുൻ നിസാ പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം ഓതാൻ ആരംഭിച്ചു. ഹത്താ അതൈതു ഇലാ ഹാദിഹിൽ ആയ, അങ്ങനെ ഞാൻ ഈ ആയത്തെത്തിയപ്പോൾ, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന സൂറത്തുൻ നിസായിലെ ആയത്തെത്തിയപ്പോൾ, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ ഉമ്മത്തിൽ നിന്നും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട സാക്ഷിയായ പ്രവാചകനെ നാം കൊണ്ടുവരുന്ന ആ ദിവസം എങ്ങനെയുണ്ടായിരിക്കും? വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഈ കാണുന്ന പാരാവാരം കണക്കെ കോടിക്കണക്കിന് മനുഷ്യന്മാർ സാക്ഷികളായി നിൽക്കുന്ന ആ മഹ്ശറയിൽ പ്രവാചകരെ, താങ്കളെ നാം ഇവർക്ക് സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും ആ രംഗം എന്ന ഖുർആനിന്റെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, അല്ലയോ ഇബ്നു മസ്ഊദ്, ഓത്തു നിർത്തൂ, എനിക്ക് സാധിക്കുന്നില്ല അത് തുടർന്നു കൊണ്ടുപോകാൻ. അങ്ങനെ ഫഇദാ ഐനാഹു തദ്രിഫാൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുമ്പോൾ പ്രവാചകന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായ ഹദീസായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെ കുറിച്ചോർത്ത് പ്രവാചകന്മാരെ സാക്ഷികളായി പടച്ചിറപ്പ് കൊണ്ടുവരുന്ന രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മയും നമുക്ക് പറഞ്ഞു തരാൻ വിട്ടുകളയാത്ത, ഒരു തിന്മയെക്കുറിച്ചും താക്കീത് തരാൻ ഒരു മടിയും കാണിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടുവെങ്കിൽ നമ്മൾ എത്ര കണ്ട് ഭയപ്പെടണം, നമ്മൾ എത്ര കണ്ട് ആലോചിക്കണം, ചിന്തിക്കണം സഹോദരങ്ങളെ. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിന്റെ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ചെലവിൽ കഴിഞ്ഞിരുന്ന മിസ്തഹ് ബിൻ അസാസ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനും കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന് വകാന മിസ്കീനൻ ലാ മാല ലഹു, അയാൾ പാവപ്പെട്ടവനാണ്, യാതൊരു പൈസയുമില്ല. ഇല്ലാ മാ യുൻഫിഖു അലൈഹി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും കൊടുത്തിട്ട് വേണം അദ്ദേഹത്തിന് തിന്നാനും ഉടുക്കുവാനും കുടിക്കുവാനും ഒക്കെ. അതോടൊപ്പം വകാന മിനൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജറ വന്ന മുഹാജിറുകളിലും പെട്ട ആളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ചെലവിൽ പോറ്റി വളർത്തിയ പാവപ്പെട്ട സാധുവായ മിസ്തഹ് ബിൻ അസാസ റളിയല്ലാഹു അൻഹു കപട വിശ്വാസികളുടെ കെണിയിൽപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവർ കെട്ടിയുണ്ടാക്കിയ വ്യഭിചാര ആരോപണം, അപവാദം, അത് അറിയാതെ ഇദ്ദേഹവും ഏറ്റുപാടി. എല്ലാ അർത്ഥത്തിലും കുടുംബബന്ധമുള്ള പുണ്യമുള്ള പാവപ്പെട്ട അബൂബക്കറിന്റെ കീഴിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ മിസ്തഹ് എന്ന് പറയുന്ന സ്വഹാബി അബൂബക്കറിന്റെ മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു എന്നുള്ള വിവരം അബൂബക്കറിന്റെ ചെവിയിലെത്തിയപ്പോൾ ഏതൊരു പിതാവിന്റെയും ഏതൊരു പ്രവാചകന്റെ അനുജന്റെയും മനസ്സിലുണ്ടാകുന്ന ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ പടച്ചവനാണ് സത്യം, എന്റെ കൈകൊണ്ട് നയാ പൈസ ഒരു സഹായവും ഞാൻ മിസ്തഹിന് കൊടുക്കുകയില്ല. അത്രമാത്രം വലിയ അപരാധമാണ് അയാൾ ചെയ്തത്. ആർക്കും നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ മകളെ സംബന്ധിച്ച്, നമ്മുടെ ഭാര്യയെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുന്ന ഏതെങ്കിലും ഒരുത്തന്റെ മുഖം അടിച്ച് പൊട്ടിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടുവാനുള്ളൂ. അതല്ല അബൂബക്കർ പറഞ്ഞത്. ഞാൻ കൊടുക്കുന്ന സഹായവും ഒന്നും കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ തുടരെ അതിനോടനുബന്ധമായ ആയത്തിറങ്ങുകയാണ് പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് ഔദാര്യം നൽകിയ, വിശാലത നൽകിയ, സൗകര്യങ്ങൾ നൽകിയ ഒരാളും ശപഥം ചെയ്ത് പറയരുത് അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോയ സാധുക്കളായ അടുത്ത ബന്ധമുള്ള ആർക്കും
നന്മകൾ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് സത്യം ചെയ്ത് പറയരുത്. വൽയഅഫൂ വൽയസ്ഫഹു, നിങ്ങൾ മാപ്പാക്കി കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങളോട് മാപ്പാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നാം ഓരോരുത്തരും പടച്ചറബിനോട് ചെയ്യുന്ന കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും ഒക്കെ പടച്ചറബ് ഉടനടി ചോദിക്കുകയാണെങ്കിൽ, നമ്മെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഭൂമിയിൽ നമ്മളെന്നല്ല നമുക്ക് വേണ്ടി പടച്ചവൻ സൃഷ്ടിച്ച ഒരൊറ്റ ജീവജാലവും ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അപ്പോ അള്ളാഹ് ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുൻ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും വളരെയേറെ കരുണയുള്ളവനുമാണ്, നിങ്ങൾ മറന്നു പോകരുത്. ഈ ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞ് ഹൃദയം പിടച്ചുകൊണ്ട്, ബലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു യാ റബ്ബനാ അൻ തഗ്ഫിറ ലനാ, പടച്ചവനെ തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ സകലമായ വീഴ്ചകളും കുറവുകളും നീ പുറത്ത് മാപ്പാക്കി തരണമെന്ന്. സുമ്മ റജഅ ഇലാ മിസ്തഹ്, എന്നിട്ട് ഓടിച്ചെന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തെല്ലാം ആനുകൂല്യങ്ങളും നന്മകളും താങ്കൾക്ക് നൽകിയിട്ടുണ്ടോ, അത് തരികയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അത് പൂർവോപരി ശക്തമായി ഇനിയും ഞാൻ നൽകും പടച്ചറബിന് വേണ്ടി. സഹോദരങ്ങളെ, നമുക്കായിട്ടുണ്ടോ അങ്ങനെ പറയാൻ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ വരുമ്പോൾ ആ കൽപ്പനകളോട് പടച്ചറബ് എനിക്ക് വേണ്ട എന്ന് വെച്ചതാണെങ്കിൽ, നിഷിദ്ധമാക്കിയതാണെങ്കിൽ, അത് ഞാൻ ഇനി കൈകൊണ്ട് തൊടുകയില്ല, എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പടച്ചറബ് എന്നോട് കൽപ്പിച്ച നന്മകളാണ് എങ്കിൽ ഞാനത് നഷ്ടപ്പെടുത്തിയതിൽ ഖേദിച്ചുകൊണ്ട് ഇനി ഞാൻ അത് വീണ്ടെടുക്കുമെന്ന് പറയാൻ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യകാലത്ത് ഇസ്ലാം ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നാട് വിട്ട് ഹിജറ പോകേണ്ടി വന്ന മുഹാജിറാത്തുകളായ സ്ത്രീകളെ പടച്ചറബ് വല്ലാതെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? ലമ്മ അൻസലല്ലാഹ്, അല്ലാഹു സൂറത്തുന്നൂറിൽ തന്നെ ആ സൂറത്തുന്നൂറിലെ 31-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, സഹോദരിമാർ സത്യവിശ്വാസിനികൾ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടട്ടെ എന്നുള്ള ഖുർആനിന്റെ കൽപ്പന വന്നപ്പോൾ, ഇസ്ലാമികമായ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുവാൻ അള്ളാഹു ആയത്തിറക്കിയപ്പോൾ അവരുടെ കയ്യിൽ ഒരു നല്ല വസ്ത്രം പോലുമില്ല. അവർക്കാകെ ചുറ്റിപ്പൊതുക്കുവാനുള്ള ഒരു തട്ടം മുണ്ട് പോലെയുള്ള വസ്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പടച്ചറബിന്റെ കൽപ്പന, ശിരോവസ്ത്രം മുഖമക്കനെയായി അത് മാരടത്തിലൂടെ താഴ്ത്തിയിടുവാനുള്ള കൽപ്പന വന്നപ്പോൾ ശഖഖന മുറൂതഹുന്ന, അവർ ആ ചുറ്റിപ്പൊതിച്ചിരുന്ന അവരുടെ വിരി, അവരുടെ ആ മേൽമുണ്ട് കീറി അതൊരു മക്കനയാക്കി ഫഖ്തമർന ബിഹാ, എന്നിട്ട് അവർ അത് ധരിച്ചു എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മൾ വായിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ നല്ല മേനി അള്ളാഹു നൽകിയ സൗന്ദര്യമുള്ള, മറ്റുള്ള ആളുകൾ കണ്ടാൽ കൊതിച്ചു പോകുന്ന ശരീരം, ആളുകളുടെ മുമ്പിൽ അത് തുറന്നു കാണിച്ചിട്ട് ആളുകളിലേക്ക് ഒരു തിന്മയുടെ മെസ്സേജ് കൊടുത്തിട്ട് എന്ത് പുണ്യമാണ് നമുക്ക് കിട്ടാനുള്ളത്? എന്ത് നന്മയാണ് നമുക്കതിലൂടെ നേടുവാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറ്റുള്ളവരെ വശീകരിക്കുവാനും അവരിൽ ആഗ്രഹം ജനിപ്പിക്കുവാനും ഉതകുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രകളായി ജീവിക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. വലാ യജിദ്ന റീഹഹ, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം വിദൂരത്തേക്ക് അടിച്ചു വീശുന്നുണ്ടാകും, ആ സുഗന്ധം നുകരുവാൻ പോലും അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. ഈ ആയത്തും ഈ ഹദീസുകളും ഒക്കെ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ എത്രയോ ആയത്തുകൾ ഓതി, എത്രയോ ഹദീസുകൾ നമ്മൾ കേട്ടു, എത്രയോ ഉത്ബോധനങ്ങൾ നമ്മൾ കേട്ടു, പല ആയത്തുകളും അർത്ഥവും ഒക്കെ നമ്മൾ വായിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഗഫൂറുൻ റഹീം, ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ തന്നെ പലതിലും വന്നു. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞതാണ്, പടച്ചറബ് അങ്ങേയറ്റം പൊറുക്കുന്നവനും വളരെയേറെ കരുണ കാണിക്കുന്നവനുമാണ്. ഗഫൂറുൻ ഹലീം, വിവേകമുള്ള സാവകാശം നൽകുന്ന അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് പടച്ചറബ്. ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ, ആ തിന്മകളെല്ലാം തുടച്ചു മാറ്റുന്ന, പല പാപങ്ങളെയും മറച്ചു വെക്കുന്ന അഫൂവും ഗഫൂറുമാണ് അല്ലാഹു
എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ 90-ലധികം തവണ ഇതേ കാര്യങ്ങൾ പടച്ച റബ്ബ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, എങ്കിൽ നമുക്ക് കുറ്റബോധത്താൽ പടച്ച റബ്ബിന്റെ മുൻപിൽ മഗ്ഫിറത്തിന് വേണ്ടി തേടാൻ ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പാപമോചനത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ട് കണ്ണീരൊഴിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെയും ആമിരി ഗോത്രക്കാരുടെയും ഒക്കെ ചരിത്രം നമ്മൾ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ശിക്ഷ ചോദിച്ചു വാങ്ങാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് ചെന്ന ആ സുഹാബികളുടെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ പടച്ച റബ്ബിനോട് ആരും കാണാതെ ആരും കേൾക്കാതെ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞൊന്ന് കരയാൻ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മഗ്ഫിറത്തിന് വേണ്ടി കണ്ണീർ വാർക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ നമ്മുടെയും മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. 100 കണക്കിന് പ്രതിസന്ധികളും പ്രയാസങ്ങളുമില്ല നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാനില്ല. മക്കളെ കുറിച്ച്, സാമ്പത്തികമായ പരാധീനതകളെ കുറിച്ച്, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളെ കുറിച്ച് എല്ലാം നമുക്ക് പ്രശ്നങ്ങളാണ്. തീർത്താൽ തീരാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷേ പടച്ചറബിന്റെ മുമ്പിൽ നമ്മളത് പറയുന്നുണ്ടോ? പടച്ചറബിന്റെ ഓഫർ, നിങ്ങൾ ഹറാമുകൾ ഒഴിവാക്കി തഖ്വയുടെ ജീവിതം സ്വീകരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, പടച്ചറബ് കൽപ്പിച്ചതല്ലാത്ത ഒന്നും, എന്റെ റബ്ബ് എന്നോട് വിലക്കിയതൊന്നും ഞാൻ ഇനി സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് അള്ള കൽപ്പിച്ചത് സ്വീകരിക്കുവാനും വിലക്കിയത് ഒഴിവാക്കുവാനും തയ്യാറായാൽ അവർക്ക് പറയുന്ന പേരാണ് മുത്തഖി. അവർ ആ രീതിയിൽ നമ്മെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടിയാണ് ലഅല്ലക്കും തത്തഖൂൻ നോമ്പ് നമുക്ക് അല്ലാഹു നിർബന്ധമാക്കിയത്. ആ പടച്ചറബ് നമ്മളോട് പറയുന്നു, തഖ്വ നിങ്ങൾ ആർജിച്ചാൽ, പടച്ചറബിൽ നിങ്ങൾ ബരമേൽപ്പിച്ചാൽ തീർച്ചയായും വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, പടച്ചറബിനെ ആര് സൂക്ഷിച്ച് വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കുന്നുവോ അവർക്ക് എല്ലാ പ്രതിസന്ധികളിലും ഒരു തുറവി അല്ലാഹു ഓഫർ ചെയ്യുന്നുണ്ട്. മഖ്റജ്, അല്ലാഹു ഏത് പ്രതിസന്ധികളിലും അയാൾക്ക് പുറത്തു കടക്കുവാനുള്ള ഒരു വഴിയുണ്ടാക്കും. എങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമ്മൾ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ, ഇല്ല, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി റബ്ബിനെ കാണാൻ, റബ്ബിനെ പ്രതീക്ഷിക്കുവാൻ നമുക്കാകുന്നുണ്ടോ? അള്ള പറഞ്ഞത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഏത് വിഷയത്തിലും ഇന്നത് എന്നില്ല, ഏത് പ്രതിസന്ധികളിലും പടച്ചറബ് ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. അയാൾ വിചാരിക്കാത്ത നിലയിൽ അള്ളാഹു അയാൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും, നൽകുമെന്നാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, എന്റെ എല്ലാ സംഗതികളും ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പടച്ച റബ്ബിൽ ആരെങ്കിലും ആത്മാർത്ഥമായി സത്യസന്ധമായി തവക്കുലാക്കാൻ തയ്യാറായാൽ ഫഹുവ ഹസ്ബു, അയാൾക്ക് അല്ലാഹു മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശത്രുക്കൾ എല്ലാവരും പിടിച്ച് കയ്യും കാലും കെട്ടി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി എന്നാണ്. കത്തിക്കരിയേണ്ടുന്ന തീനാളങ്ങളിൽ നിന്ന്, അഗ്നികുണ്ടാരത്തിൽ നിന്ന് വളരെ സന്തോഷവാനായി എഴുന്നേറ്റ് വന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പടച്ചറബിനോട് ദുആ ചെയ്തപ്പോൾ അവിടെ രക്ഷക്കെത്തിയത് പടച്ചറബാണ്. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് അനുസരിച്ച് ജീവിച്ചാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, എല്ലാ വിഷയവും അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് പടച്ചറബ് പറഞ്ഞത്. എങ്കിൽ ഈ റമദാനിലൂടെയെങ്കിലും ഞാൻ ഇനി ഹറാമുകളോട് നോ പറയും. എന്റെ റബ്ബ് എന്നോട് നിഷിദ്ധമാക്കിയ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അടുക്കരുത്, തിന്മയാണ്, പാപമാണ്, നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞ് എന്തെല്ലാം തിന്മകളുണ്ടോ ഞാൻ അതെല്ലാം വേണ്ട എന്ന് വെക്കും. ലാഭം എത്രയുണ്ടായാലും, പലിശയിലൂടെ കിട്ടാൻ കോടികളുണ്ട്, പക്ഷേ എനിക്കത് വേണ്ട എന്ന് നിശ്ചയിക്കാൻ, ഹറാമായ കച്ചവടത്തിലൂടെ ഇടപാടിലൂടെ എനിക്കൊരു നയാ പൈസ വേണ്ട, പടച്ചറബ് നൽകിയതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞൊന്നും മാറാൻ, ആ ഖുർആനിന്റെ സ്വാധീന വലയത്തിൽ ഉൾപ്പെടുവാൻ നമുക്കും സാധിക്കുമെങ്കിൽ നാം പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹത്തിൻ, ഹറാമുകൾ തിന്ന് തടിച്ചു കൊടുക്കുന്ന ഏതൊരു മാംസഭാഗവും നരകത്തിന്റെ തീക്കട്ടകളായിരിക്കും അതിനെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ പ്രവാചക ഉത്ബോധനം നമ്മെ ഒന്ന് ചിന്തിപ്പിക്കണം, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണം.
ആ ഖുർആനിന്റെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും നമ്മളെ ഒന്ന് മാറ്റുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഖുർആൻ പറഞ്ഞതുപോലെ പർവ്വതത്തിന്റെ മുകളിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ അത് പൊട്ടിത്തകരുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിനും മാറ്റങ്ങൾ ഉണ്ടാകാൻ, നന്മയിലേക്ക് മാറാൻ അത് സാധിക്കും. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കുവാനും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. അഥവാ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അറിയിച്ച ലൈലത്തുൽ ഖദർ എന്ന നിർണയത്തിന്റെ ആ മഹത്വമേറിയ രാവ് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമാണ്, ഉത്തമമാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആ രാവ് നമ്മിലേക്ക് കടന്നു വരാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രതീക്ഷിച്ച് റമദാനിന്റെ അവസാനത്തെ 10 ബാക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് പള്ളിയിൽ തന്നെ ഇബാദത്തുകളുമായി ചടഞ്ഞുകൂടുമായിരുന്നു. അതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ദുനിയാവിന്റെ എല്ലാ സംഗതികളും സൃഷ്ടികളുമായ പടപ്പുകളുമായിട്ടുള്ള എല്ലാ പരിപാടികളും അവസാനിച്ച് പടച്ച റബ്ബുമായി ഹൃദയം കൂട്ടിയിണക്കി പള്ളിയിൽ തന്നെ കൂടുന്ന ആ ഇബാദത്ത്, അതിലൂടെ ലൈലത്തുൽ ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദർ അന്വേഷിക്കുക, പ്രതീക്ഷിക്കുക എന്ന്. അപ്പൊ ലൈലത്തുൽ ഖദർ ഒക്കെ കഴിഞ്ഞുപോയി എന്ന് പറയുന്ന മതയുക്തിവാദികൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളുടെ മുമ്പിൽ യാതൊരു സ്ഥാനവുമില്ല. സത്യവിശ്വാസികൾ അത് പ്രതീക്ഷിക്കേണ്ട സംഗതിയാണ്. 1000 മാസം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിലേക്ക് 83 വർഷം അള്ളാഹു ഗിഫ്റ്റായി നൽകിയതുപോലെ 83 വർഷം ഇവിടെ ജീവിക്കുന്ന ആളുകൾ എത്രയോ വർഷങ്ങൾ അയാൾ ഉറങ്ങിത്തീർത്തിട്ടുണ്ടാകും, അയാളുടെ മറ്റു കാര്യങ്ങളിൽ അയാൾ വിനിയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ പുണ്യരാവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് പറയുമ്പോൾ 83 വയസ്സ് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന നന്മയിൽ നമ്മൾ വിനിയോഗിച്ചതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ആർക്കൊക്കെ സാധിക്കുമോ അവർ ഇഅ്തികാഫിന് വേണ്ടി ഉദ്ദേശിക്കുകയും പള്ളിയിൽ ഇന്ന് മഗ്രിബോടുകൂടി അവസാനത്തെ 10 ഞാൻ ഇഅ്തികാഫ് നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന നെയ്യത്ത് വെക്കുന്ന ആളുകൾ ഇന്ന് മഗ്രിബോടുകൂടി ആ ഇഅ്തികാഫിൽ പ്രവേശിക്കേണ്ട സംഗതിയാണ്. നമുക്കൊക്കെ പലതരത്തിലുള്ള തിരക്കുകളുണ്ട്, ജോലികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിൽ അവസാനത്തെ 10 നമുക്ക് സാധിക്കുകയില്ല, ശരിയാണ്. എന്നാൽ സാധിക്കുന്നവർ ആ രാത്രി സമയങ്ങളെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ ഖുർആൻ പാരായണവും നിസ്കാരവും ദുആയും ദിക്റുകളും ഒക്കെയാക്കി നമ്മൾ സജീവമാക്കിയാൽ ഓരോ രാവും നമുക്ക് റമദാനിലെ അവസാനത്തെ 10 രാവിനെ ഹയാത്താക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. സ്വഹാബികൾ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള സ്വഹാബികൾ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല. അള്ളാഹു പ്രവാചകനെ ഈ ലോകത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് വരെ, അഥവാ വഫാത്ത് വരെയും ജീവിതാവസാനം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവിടുത്തെ പത്നിമാർ, വിശ്വാസികളുടെ മാതാക്കൾ, അവരും ഇഅ്തികാഫിരുന്നു. അപ്പൊ പെണ്ണുങ്ങൾക്കും പറ്റും, പള്ളിയിൽ വേണം.
അതേപോലെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മറ്റ് ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് കഥകളും തമാശകളും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് റബ്ബിന്റെ കലാമായ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യുവാനും ദിക്ർ ദുആകളിലൂടെ നന്മകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം വരുത്തുവാനും നിരവധി പുണ്യങ്ങൾ നമുക്ക് നേടുവാനും പറ്റിയ അസുലഭമായ അവസരം സഹോദരങ്ങളെ, അടുത്ത റമദാനിൽ നമ്മൾ ആരെല്ലാം ഉണ്ടാകും, നമ്മുടെ അവസ്ഥ എന്തൊക്കെയായിരിക്കുമെന്നൊന്നും പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പരമാവധി ആ നന്മകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നിരവധി സഹോദരങ്ങൾ രോഗത്തിന്റെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട നമ്മുടെ ഒരു സജീവ പ്രവർത്തകന്റെ 8 വയസ്സ് മാത്രമുള്ള ഒരു മകൾ ന്യൂമോണിയ ബാധിച്ച ICUവിലാണ്. തുടക്കത്തിൽ മരുന്നുകളോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ ചെറിയ പുരോഗതിയുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുവാൻ സാധിച്ചു. ഏതായിരുന്നാലും ആ പൊന്നു മോൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ കുട്ടിയുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, സങ്കടങ്ങൾ നമ്മളുമായി പങ്കുവച്ച നിരവധി സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളി വന്നിട്ട് ഇതുവരെയും ഈ മെമ്പറിൽ നിന്ന് ഒരു കളക്ഷന് വേണ്ടി നമ്മൾ ആഹ്വാനം ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള ഈ മുറ്റം പള്ളിയുടെ വസ്തുവായി മാറണമെങ്കിൽ ഭാരിച്ചൊരു സംഖ്യ നമ്മൾ കൊടുത്തു തീർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ ചെറുതും വലുതുമായ രീതിയിൽ വലിയ സംഖ്യ കൊടുക്കാൻ കഴിയാത്ത 10ഉം 500ഉം 1000ഉം ഒക്കെ മാത്രം കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്കും ആ നന്മയിൽ ഭാഗവാക്കാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പൊതു കളക്ഷൻ എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലുള്ള പരമാവധി ഇതുമായി സഹകരിക്കാൻ പറ്റുന്ന സംഖ്യ നൽകി ആ പുണ്യത്തിൽ നിങ്ങൾ ഭാഗവാക്കാകണം. നമ്മുടെ കാലശേഷവും പുണ്യമായി നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന ജാരിയായ സദഖയുടെ ആ വിഹിതത്തിൽ നമ്മൾ പങ്കുചേരണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സദഖകളും സൽക്കർമ്മങ്ങളും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. അതിനിടയിൽ ഫലസ്തീനിൽ നിന്ന് സങ്കടകരമായ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളായ മുസ്ലിങ്ങളുടെ ശത്രുക്കളായ സിയോണിസ്റ്റുകളെ അള്ളാഹു അർഹമായത് നൽകി പാഠം പഠിപ്പിക്കുമാറാകട്ടെ. എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في كل مكان يا قوي يا عزيز يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.